നമ്മുടെ കച്ചവടത്തിൽ കടം കൊടുക്കുന്നത് കാരണം അത് ഉപകാരമോ അല്ല ഉപദ്രവമോ? ഒരുപാട് ചെറുകിട കച്ചവടക്കാർ ഇന്ന് സ്ഥിരം കച്ചവടം നടക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ നിൽക്കുന്ന കച്ചവടം നിലനിൽക്കുന്നതിനു വേണ്ടി കടം കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവരത് കൃത്യമായിട്ട് ഇടപാടുകളൊക്കെ കൃത്യമായി കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് കൊടുക്കുന്നത്. പല സാഹചര്യങ്ങളാൽ വാങ്ങുന്ന ആളുകൾക്കും കൃത്യമായിട്ട് ഇടപാടുകൾ തീർക്കാൻ പറ്റാത്ത സാഹചര്യം അത് പൊതുവെ കാണപ്പെടുന്ന സംഗതിയാണ്. എന്നാലും ഈ അടുത്ത് ഒരു കച്ചവടക്കാരനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഏകദേശം ഒരു ചെറിയ കച്ചവടമാണ്. ഏകദേശം ആ കടയിലുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വെറും 2 ലക്ഷത്തിൻ്റെ അടുത്തുള്ള സ്റ്റോക്കേ ഉള്ളൂ. അദ്ദേഹത്തിന് കിട്ടാനുള്ള കണക്ക് കൃത്യമായിട്ട് എടുത്തപ്പോൾ ഏകദേശം 8 ലക്ഷം രൂപയോളം പുറത്തു നിന്ന് പൈസ കിട്ടാനാണ്. ഇദ്ദേഹമാണെങ്കിൽ ഓരോ ദിവസവും കടയിൽ വളരെ പ്രയാസത്തിലാണ്. സാധനം വാങ്ങിയ ആളുകൾക്ക് പൈസ കൊടുക്കാൻ തികയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രയാസത്തിലാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ചെറുകിട കച്ചവടക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിങ്ങളറിവിലോ അല്ലെങ്കിൽ നിങ്ങളോ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ചെറുകിട കച്ചവടക്കാരുടെ ഭാഗത്തു നിന്ന് പറ്റുകളായിട്ടും എഴുത്തുബുക്കുകളായിട്ടൊക്കെ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ കൃത്യത പാലിച്ചുകൊണ്ട് സമയാസമയത്ത് കൊടുത്ത് അവരോട് സഹകരിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പറ്റുബുക്കുകളിലോ അല്ലെങ്കിൽ കണക്കുകളോ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിച്ച് അത് സമയാസമയങ്ങളിൽ കളക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളും ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകൾ ഒരു സമൂഹത്തെ സംരക്ഷിക്കാനും ഒരുമിച്ച് ഉയരാനും സാധിക്കുന്ന അറിവുകളാക്കിയെടുത്ത് എല്ലാവരുടെയും നന്മക്കാണെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ എല്ലാവരും പ്രതികരിക്കുക. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇസ്മായിൽ തിരൂർ, കണക്റ്റീവ് ലൈവ്സ്.